എല്ലാ ഓണക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം പച്ചക്കറി വിപണിയിലെ വിലക്കയറ്റം. പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഇത്തവണ തമിഴ്നാട്ടിൽ പച്ചക്കറിക്ക് കാര്യമായി വില കൂടിയിട്ടില്ല. ഇത് കേരളത്തിന് വലിയ ആശ്വാസമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് ഓണവിപണിയിലേക്കുള്ള പച്ചക്കറികൾ വണ്ടി കയറി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ചിന്നമന്നൂർ മാർക്കറ്റിലാണ്. ഇവിടെ നിന്ന് കേരളത്തിലേക്ക് ഓണക്കാല വിപണിയിലേക്കുള്ള പച്ചക്കറികളെല്ലാം തന്നെ വണ്ടി കയറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവിധ പച്ചക്കറികളും വിളവെടുത്ത് ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഈ ഓണക്കാലത്ത് ഇവിടുത്തെ വിലയെ ആശ്രയിച്ചാണ് എപ്പോഴും കേരളത്തിലെ ഓണക്കാല വിപണിയിൽ വില ഉയരുകയും താഴുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇന്ന് ഇവിടുത്തെ വില എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. வருஷம் கழிஞ்ச வருஷம் அதுக்கு முன்னால வருஷம் எப்பயும் குறையில நல்ல வியாபாரம் நல்லா நடந்துட்டு இருந்துச்சு. இந்த வருஷம் எல்லா விலைவாசியும் டவுனாக இருக்குது, கம்மியாக இருக்குது. இந்த வருஷம் ரொம்ப 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 டவுனு. கேரளா வண்டி இந்த ஓனத்துக்கு அதிகமாக எதிர்பார்க்குறோம். ஒரு நாளைக்கு இன்னும் ஒரு 70-100 வண்டி வந்துக்கிட்டு இருக்கணும். இப்போ இந்த கொஞ்சம் சுலவாக தான் இருக்குது. இப்போ மேற்கொண்டு சம்சாரியெல்லாம் ரொம்ப எதிர்பார்ப்பேன்னா இது வருத்தம் அதிகமாக இருக்குது, மகசூல் நல்லா இருக்குது, வியாபாரம் நல்லா இருக்கும்னு நான் கடைக்கார வண்டிக்கார அப்புறம் எதிர்பார்த்துட்டு இருக்கிறோம். வியாபாரம் எதிர்பார்த்த மாதிரி இல்லை. போன வியாபாரம் தான் சிறப்பாக இருக்கும். வருஷத்தில் ஒரு நாள் போன வியாபாரம் நம்ம எதிர்பார்ப்போம். ஆமாம், ஒரு வாரம் சூப்பராக இருக்கும். அந்த போன வியாபாரம் இல்லாதனால ரொம்ப கொஞ்சம் டோட்டல் டேமேஜ். அவரைக்காய் பட்டவரை பெல்ட்டவரை இந்த மாதிரி அவரைக்காய் சூப்பராக இருக்கும். அது தமிழ்நாடு வியாபாரம், அது ஒரே நார்மலாக இருக்கும், நல்ல ரேட் இருக்குது. ஆனால் ஓன வியாபாரம்ங்கிறது இந்த ஒரு வார வியாபாரம் எதிர்பார்த்தது ஏமாற்றமாக இருக்குது. டோட்டல் கம்மியாக. எத்தனை வண்டி வந்துருச்சுங்க? வண்டியே வரல. புது வண்டி எப்பயும் வர எடுக்கிறாலே வராங்க, எப்பயும் எடுக்கிற வியாபாரி தான் வராங்க. புதுசாக யாருமே வரல. അത്തരത്തിലാണ് ഈ കേരളത്തിലെ പ്രതിസന്ധികൾ തമിഴ്നാടിനെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും ഇവിടെ നിന്ന് പച്ചക്കറികൾ ധാരാളമായി ഇപ്പോൾ കേരളത്തിലേക്ക് വണ്ടി കയറി കഴിഞ്ഞു ഓണക്കാല വിപണിയിലേക്ക്. പക്ഷേ വില കാര്യമായി ഉണ്ടായിട്ടില്ല എന്ന് വേണം, ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണക്കാല വിപണിയിൽ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്നുള്ള ആളുകൾ, വ്യാപാരികൾ ഇവിടെ എത്തി പച്ചക്കറി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഓണക്കാലം ആരംഭിച്ചു അല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ നെടുങ്കണ്ടമാണ്. ഓണക്കാലം നമ്മുടെ കേരളത്തിൽ ഓണാഘോഷമില്ല എന്നുള്ളൊരു പ്രഖ്യാപനം വന്നതോടുകൂടി കേരളത്തിലെ വ്യാപാരവും അതുപോലെ തന്നെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ആയിരക്കണക്കിന് ആളുകളുടെയും നിത്യജീവിതം ഇപ്പോൾ ഒരു ദുരിതത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ തമിഴ്നാട് പച്ചക്കറി മാർക്കറ്റിൽ വന്ന് ഇന്നത്തെ വില വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഇവർ പറഞ്ഞത് ഓണം അടുത്ത് വരുന്നതനുസരിച്ച് നാളെ ഇതിൻ്റെ ഇരട്ടി വിലയാകുമെന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു സ്ഥലത്തും തന്നെ വ്യാപാര മേഖല ഉണർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉള്ളത്. എന്തായാലും അത്തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ പച്ചക്കറികളുടെ വില ന്യായമായി തന്നെയാണ് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഓണത്തിൻ്റെ 1-2 ദിവസം മുമ്പ് വില കൂടി കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായാൽ ഓണവിപണിയിൽ അത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായിരുന്നാലും അത്ര കണ്ട് ഒരു ഉണർവ് ഇവിടെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ നിന്ന് പച്ചക്കറികൾ കേരളത്തിലേക്ക് കയറി പോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.